2025 ഡിസംബർ 6 ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം സ്വദേശിനിയായ 19 വയസ്സുകാരി ചിത്രപ്രിയയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. 4 ദിവസത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ മലയാറ്റൂർ കൂരാപ്പള്ളി കയറ്റത്തിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ജീർണിച്ച നിലയിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പോലീസ് കണ്ടെത്തിയത്? പോലീസ് കണ്ടെത്തലുകൾക്കെതിരെ ചിത്രപ്രിയയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പരിശോധിക്കുകയാണ് ഇന്നത്തെ ജനറൽ ഡയറി. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം സ്വദേശികളായ ഷൈജു ഷിനി ദമ്പതികളുടെ മകളായിരുന്നു ചിത്രപ്രിയ. നാട്ടിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ചിത്രപ്രിയ ബംഗളൂരുവിലേക്ക് ഏവിയേഷൻ പഠനത്തിനായി പോയത്. അവധിക്കായി നാട്ടിലെത്തിയ ദിവസങ്ങളിലാണ് ചിത്രപ്രിയയെ കാണാതാകുന്നതും പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. ചിത്രപ്രിയയുടെ സുഹൃത്ത് 21 വയസ്സുള്ള അലനാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് കണ്ടെത്തിയത്. അലൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ പഠിക്കുന്ന ചിത്രപ്രിയയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അലൻ സംശയിച്ചിരുന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പെട്ടെന്നുള്ള പ്രകോപനത്താൽ മദ്യലഹരിയിലായിരുന്ന പ്രതി കല്ലുകൊണ്ട് തലക്കടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് രക്തക്കറ പുരണ്ട കല്ല് കണ്ടെത്തിയതായും പോലീസ് പറയുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അലനും ചിത്രപ്രിയയും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നാണ് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. എന്നാൽ ചിത്രപ്രിയ ബംഗളൂരുവിലേക്ക് പോയതോടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇതോടെ അലനോട് തന്റെ വീട്ടിലേക്ക് വരരുതെന്ന് ചിത്രപ്രിയയുടെ അച്ഛൻ വിലക്കുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളും കണ്ടെത്തലുകളെയും സംശയത്തോടെയാണ് ചിത്രപ്രിയയുടെ കുടുംബം നോക്കിക്കാണുന്നത്. ഈ സംശയങ്ങൾ ശരിവെക്കുന്ന ചില തെറ്റുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ചിത്രപ്രിയയും പ്രതിയും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ. മലയാറ്റൂർ പള്ളി പരിസരത്ത് നിന്ന് ശേഖരിച്ചതെന്ന പേരിൽ പോലീസ് പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ അലനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നത് ചിത്രപ്രിയ അല്ല എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ചിത്രപ്രിയയുടെ ബന്ധുവായ ശരത്ലാലാണ് ഇക്കാര്യം ആദ്യം ഉന്നയിച്ചത്. ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സമയമായപ്പോഴേക്കും ചിത്രപ്രിയ കൊല്ലപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് ഇത്തരമൊരു ദൃശ്യം പുറത്തുവിട്ടത് എന്നതാണ് ഉയരുന്ന ചോദ്യം. പോലീസ് പറയുന്നത് പോലെ പെട്ടെന്നുള്ള പ്രകോപനമായിരിക്കില്ല കൊലപാതകത്തിന് കാരണമെന്നാണ് വീട്ടുകാർ വിശ്വസിക്കുന്നത്. കാണാതാകുന്നതിന് മുൻപ് അലൻ ചിത്രപ്രിയയ്ക്ക് നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ തന്നെ അലൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണിതെന്നാണ് കുടുംബവും നാട്ടുകാരും പറയുന്നത്. കേസിന്റെ തുടക്കം മുതൽ പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടെന്നാണ് ചിത്രപ്രിയയുടെ കുടുംബം ആരോപിക്കുന്നത്. മകളെ കാണാതായ ഉടൻ തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല. പകരം ചിത്രപ്രിയ ഒളിച്ചോടിപ്പോയി എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാനാണ് പോലീസ് ശ്രമിച്ചത്. മകൾ അങ്ങനെ ചെയ്യില്ലെന്ന് ആ ഘട്ടം മുതൽ കുടുംബം ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും പോലീസ് അത് ചെവിക്കൊണ്ടില്ല. തന്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും എവിടെ പോവുകയാണെങ്കിലും തന്നോട് പറയുന്നതാണെന്നുമാണ് ചിത്രപ്രിയയുടെ അമ്മ ഷിനി പറയുന്നത്. ചിത്രപ്രിയയെ കാണാതായി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഇതിനിടയിൽ ഒരു ദിവസം അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് കൃത്യമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ മൃതദേഹം കണ്ടെത്താമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല വീടിനടുത്ത് പോലും തിരച്ചിൽ നടത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. നിലവിൽ പ്രതിയായ അലൻ കാലടി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് കുറ്റം സമ്മതിച്ചുകൊണ്ട് അലൻ പറഞ്ഞിട്ടുള്ളത്. കുറ്റം ചെയ്യുമ്പോൾ താൻ മദ്യലഹരിയിലായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ചിത്രപ്രിയയുടെയും അലന്റെയും ഫോൺ രേഖകൾ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്.